എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ SCRT സീരീസാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സയൻസ് SCRT സീരീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇടാതിരുന്നത്. ക്ഷമിക്കുക. ഇനിയൊന്നും നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാനുള്ള ശ്രമം എൻ്റെ അടുത്തു നിന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കാം. എലിപ്പനിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എലിപ്പനിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നോക്കാം. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. അപ്പോൾ എന്താണ് ശരിയാണ്. എലിപ്പനി എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണം. അതും എന്താണ് ശരിയാണ്. അപ്പോൾ എന്താണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ എലിപ്പനിയെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാണ്? എലിപ്പനി എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എന്നും എലിപ്പനിക്ക് പറയാറുണ്ട്. അപ്പോൾ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ഇനി എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി, തലവേദന, പേശിവേദന, അതുപോലെ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ്. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. ബാക്ടീരിയ ഒരു യൂകാരിയോട്ടാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ബാക്ടീരിയ ഒരു യൂകാരിയോട്ടല്ല, പ്രോകാരിയോട്ടാണ്. ബാക്ടീരിയ എന്താണ്? ഒരു പ്രോകാരിയോട്ടാണ്. യൂകാരിയോട്ടല്ല, പ്രോകാരിയോട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അതെന്താണ്? ശരിയാണ്. ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ്. ടോക്സിനുകൾ എന്ന് പറഞ്ഞാൽ വിഷാംശമാണ്. അപ്പോൾ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശം അല്ലെങ്കിൽ ടോക്സിനുകളാണെന്ത്? കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെ പെരുകുന്നു. അവ എന്ത് ചെയ്യും? ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കും. ഈ ടോക്സിനുകൾ നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കും. ഇങ്ങനെയാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ടോക്സിനുകൾ എന്താണ്? ഈ വിഷാംശമാണ് എന്ത്? ഈ ടോക്സിനുകൾ എന്ന് പറയുന്നത്. ഈ ടോക്സിനുകളാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യന് രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ എന്താണ്? യൂകാരിയോട്ടല്ല, ഒരു പ്രോകാരിയോട്ടാണ്. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിവിഭജനത്തിലൂടെയാണ് പെരുകുന്നത്. അവ എന്ത് ചെയ്യും? ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് രോഗം ബാധിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്കും നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്കും നേരിട്ട് പകരുന്ന ഒരു രോഗമാണെന്ത്? ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ള്. അപ്പോൾ ഡിഫ്തീരിയയുടെ മറ്റൊരു പേരാണെന്ത്? തൊണ്ടമുള്ള്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗവും ഏതാണ്? ഡിഫ്തീരിയയാണ്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണെന്ത്? ഡിഫ്തീരിയ. ആ പ്രസ്താവനയും ശരിയാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് രോഗകാരി. അതും ശരിയാണ്. അപ്പോൾ ഡിഫ്തീരിയയുടെ രോഗകാരി ഏതാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ്. എലിപ്പനി നമ്മൾ പറഞ്ഞു ലെപ്റ്റോസ്പൈറയാണ്. അപ്പോൾ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയാണ് എന്ത്? ഡിഫ്തീരിയയുടെ രോഗകാരി.
ഇനി ട്യൂബർകുലോസിസിൻ്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. അത് നമുക്ക് അടുത്തതിൽ പഠിക്കാനുള്ളതാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് രോഗകാരി, ശരിയാണ്. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണ് ഡിഫ്തീരിയയുടെ ലക്ഷണം. അതും എന്താണ്? ശരിയാണ്. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണെന്ത്? ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണെന്ത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത്. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അതും ശരിയാണ്. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണെന്ത്? ഡിഫ്തീരിയ പരത്തുന്ന രോഗകാരി. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണ് ഡിഫ്തീരിയയുടെ ലക്ഷണം. അപ്പോൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണെന്ത്? ഡിഫ്തീരിയയുടെ ലക്ഷണം. അടുത്തത് നോക്കാം. ക്ഷയരോഗത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ക്ഷയരോഗത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന, ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ്, അതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് രോഗകാരി. എന്താണ്? ശരിയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ത്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരിയായ ബാക്ടീരിയ. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണ് ലക്ഷണങ്ങൾ. അതും എന്താണ്? ശരിയാണ്. ശരീരത്തിൻ്റെ ഭാരക്കുറവ് അനുഭവപ്പെടൽ, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണെന്ത്? ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം. ശരിയാണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ECG. ആ പ്രസ്താവന തെറ്റാണ്. ECG അല്ല, BCG ആണ്. BCG ആണ്. ECG എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രതിരോധ വാക്സിൻ അല്ല, അതൊരു ടെസ്റ്റിൻ്റെ പേരാണെന്ത്? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുള്ളത്. അപ്പോൾ BCG ആണെന്ത്? ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ. അപ്പം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണെന്ത്? ECG അല്ല, BCG. ക്ഷയരോഗി ചുമക്കുക, തുമ്മുക, സംസാരിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. അത് ശരിയാണ്. അപ്പോൾ ക്ഷയരോഗം എങ്ങനെയൊക്കെ വ്യാപിക്കും? ക്ഷയരോഗി ചുമക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ എന്ത് ചെയ്യും? വായുവിലേക്കും അതുപോലെ മറ്റുള്ള ആളുകളിലേക്കും വ്യാപിക്കും. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുക. അതും ശരിയാണ്. അപ്പോൾ ക്ഷയരോഗം ബാധിക്കുന്നത് എവിടെയാണ്? ശ്വാസകോശത്തിനെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറുകൾ എന്നിവയും ക്ഷയരോഗം ബാധിക്കാറുണ്ട്. അപ്പോൾ ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും എന്താണ്? ക്ഷയരോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ഷയരോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. അതെന്താണ്? പ്രതിരോധ വാക്സിൻ ECG എന്ന് തന്നതാണ് തെറ്റ്. ECG അല്ല, BCG ആണ്. അപ്പോൾ ബാക്കിയുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണെന്ത്? ക്ഷയരോഗം പരത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. ശരിയാണ്. ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ എന്നിവയാണെന്ത്? ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിന് ECG അല്ല, BCG ആണ് നമ്മൾ പറഞ്ഞു. ഇനി ക്ഷയരോഗം പകരുന്നത് എങ്ങനെയൊക്കെയാണ്? ക്ഷയരോഗി ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ വായുവിലേക്ക് രോഗാണുക്കൾ പകരും, അതുപോലെ മറ്റുള്ളവരിലേക്കും രോഗാണുക്കൾ വ്യാപിക്കും. പിന്നെ ശ്വാസകോശത്തെയാണ് പ്രധാനമായിട്ടും ക്ഷയരോഗം ബാധിക്കുന്നത്. ശ്വാസകോശത്തെയാണ് പ്രധാനമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അതുപോലെ അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയും എന്തുണ്ട്? ക്ഷയരോഗം ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. വൈറസിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വൈറസിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിനുള്ളത്. ശരിയാണ്. അപ്പോൾ വൈറസിൻ്റെ ഘടന എന്ന് പറയുന്നത് പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ലഘുഘടനയാണ്. ഇപ്പോൾ പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണെന്ത്? വൈറസിനുള്ളത്. ശരിയാണ്.
സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംശങ്ങൾ വൈറസുകളിൽ ഇല്ല. സാധാരണ കോശങ്ങളിലുള്ള കോശാംശങ്ങൾ എന്താണ്? വൈറസിൽ ഇല്ല. ശരിയാണ്. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. വൈറസുകൾ എങ്ങനെയാണ് പെരുകുന്നത്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് വൈറസുകൾ പെരുകുന്നത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംശങ്ങളൊന്നും വൈറസുകളില്ല. പക്ഷേ വൈറസുകൾ എങ്ങനെയാണ് പെരുകുന്നത് എന്ന് ചോദിച്ചാൽ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല, സസ്യങ്ങൾ, മറ്റു ജന്തുക്കൾ, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യനെ മാത്രമല്ല വൈറസുകൾ ബാധിക്കുന്നത്, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയും ഒക്കെ എന്താണ്? വൈറസുകൾ ബാധിക്കാറുണ്ട്. അപ്പോൾ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ എന്താണ്? വൈറസുകൾ ബാധിക്കാറുണ്ട്. മനുഷ്യരെ മാത്രമല്ല വൈറസുകൾ ബാധിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ വൈറസിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നമുക്കൊന്നുകൂടി നോക്കാം. പ്രോട്ടീൻ ആവരണത്തിൻ്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണെന്ത്? വൈറസിനുള്ളത്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംശങ്ങളൊന്നും വൈറസുകളിൽ ഇല്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല വൈറസുകൾ ബാധിക്കുന്നത്. ജന്തുക്കൾ, സസ്യങ്ങൾ, അതുപോലെ എന്താണ്? ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികൾ, ഇവയൊക്കെ എന്താണ്? വൈറസുകൾ ബാധിക്കാറുണ്ട്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ്? ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പന്നി, വവ്വാൽ, ചിത്രശലഭം, കൊതുക്. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വവ്വാലാണ്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, വവ്വാലാണ്. ആരാണ്? വവ്വാലാണ് നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി എന്ന് പറയുന്നത്. എയ്ഡ്സ് അഥവാ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ്? എയ്ഡ്സ് അഥവാ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ്? ഓപ്ഷൻ എ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡിഫൈൻ വൈറസ്, ഓപ്ഷൻ ബി ഹ്യൂമൻ ഇമ്മ്യൂണോഡിയം വൈറസ്, ഓപ്ഷൻ സി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഓപ്ഷൻ ഡി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡയറക്റ്റ് വൈറസ്. ഇതിലേതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV. HIVയുടെ പൂർണ്ണരൂപം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണെന്ത്? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ്. HIV എന്ന് ഷോർട്ടിൽ നമ്മൾ പറയും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണെന്ത്? HIV എന്ന് പറയുന്നത്. ഇതാണെന്ത്? എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ്. അടുത്ത നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് HIV രോഗം പകരുന്ന മാർഗത്തിൽ ഉൾപ്പെടുന്നവ ഏതല്ല? അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് HIV രോഗം പകരുന്നത്, അതിൽ ഉൾപ്പെട്ടവ തിരഞ്ഞെടുക്കാനാണ്. നോക്കാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എന്താണ്? HIV രോഗം HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പകരും. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് HIV രോഗം പകരും. ശരിയാണ്. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ HIV രോഗം പകരും. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും HIV രോഗം പകരും. അപ്പോൾ എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും HIV രോഗം പകരും. അപ്പോൾ HIV രോഗം പകരുന്ന മാർഗത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാണ്? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ രോഗം പകരും. HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരും. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ HIV രോഗം പകരും. HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും എന്ത് ചെയ്യും? HIV രോഗം പകരും. HIV രോഗം പകരുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ. ഈ മാർഗങ്ങളിലൂടെ എല്ലാം എന്താണ്? HIV രോഗം പകരുന്ന മാർഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ നിന്ന് HIV രോഗം പകരാത്ത സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. HIV രോഗം എങ്ങനെയൊക്കെ പകരില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുക്കാനാണ്. നോക്കാം.
സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ. അതെന്താണ്? ശരിയാണ്. സ്പർശനത്തിലൂടെയോ ഹസ്തദാനത്തിലൂടെയോ ചുമയിലൂടെയോ തുമ്മലിലൂടെയോ എന്താണ്? ഒരിക്കലും HIV രോഗം പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും എന്തുണ്ട്? HIV അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവ ചെയ്താലും HIV പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയൊന്നും എന്താണ്? HIV രോഗം പകരില്ല. അപ്പോൾ താഴെ തന്നിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലൂടെയും നമുക്ക് HIV രോഗം പകരില്ല. HIV രോഗം പകരാത്ത സന്ദർഭങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയെല്ലാം എന്താണ്? HIV രോഗം പകരാത്ത സന്ദർഭങ്ങളാണ്. അപ്പോൾ നോക്കാം, HIV രോഗം പകരാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? സ്പർശനമോ ഹസ്തദാനമോ ചുമ, തുമ്മൽ എന്നിവയിലൂടെയോ ഒരിക്കലും HIV രോഗം പകരില്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെയും HIV രോഗം പകരില്ല. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെയും HIV രോഗം പകരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയോ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയൊന്നും HIV രോഗം പകരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊന്നും HIV രോഗം പകരില്ല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകുന്നു. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. അതെന്താണ്? ശരിയാണ്. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. ശരിയാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും അതുപോലെ നഖത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണെന്ത്? രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം. അപ്പോൾ രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നഖത്തിലും കണ്ണിൻ്റെ വെള്ളയിലും അതുപോലെ ശ്ലേഷ്മസ്തരത്തിലും നൽകുന്ന കടും മഞ്ഞ നിറമാണെന്ത്? രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി എന്താണ്? പിത്തരസത്തിലെ ബലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടും. ഇതെന്ത് ചെയ്യും? ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും എന്ത് ചെയ്യും? കടും മഞ്ഞ നിറം നൽകും. ഇതാണ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. ഏത് രോഗത്തിൻ്റെ? ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. മലിനമായ ആഹാരം, ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെ രോഗം വ്യാപിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ മലിനമായ ആഹാരം, അതുപോലെ മലിനമായ ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് രോഗം ബാധിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഒരു ബാക്ടീരിയ രോഗമാണ്. ആ പ്രസ്താവന തെറ്റാണ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഒരു വൈറസ് രോഗമാണ്. ബാക്ടീരിയ രോഗമല്ല. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് രോഗം ഉണ്ടാകും. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എങ്കിലും വൈറസുകൾ മൂലവും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നു. കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കരളിനുണ്ടാകുന്ന വീക്കമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൻ്റെ പ്രവാഹം തടയപ്പെടുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്? പിത്തരസത്തിലെ ബലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും ഇതെന്ത് ചെയ്യും? ശ്ലേഷ്മസ്തരത്തിലും കണ്ണിൻ്റെ വെള്ളയിലും നഖത്തിലും കടും മഞ്ഞ നിറത്തിന് കാരണമാകും. ഇതാണെന്ത്? ഈ മഞ്ഞ നിറമാണ് ഹെപ്പറ്റൈറ്റിസ് രോഗത്തിൻ്റെ ബാഹ്യലക്ഷണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം പകരുന്നതെന്ന് ചോദിച്ചാൽ മലിനമായ ആഹാരം, മലിനമായ ജലം, രോഗിയുടെ രക്തഘടകങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് രോഗം വ്യാപിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഒരു ബാക്ടീരിയ രോഗമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഹെപ്പറ്റൈറ്റിസ് എന്താണ്? ഒരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഏകദേശം 10 ചോദ്യങ്ങളും ആണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ സയൻസ് മൊഡ്യൂൾ പ്രകാരമുള്ള രോഗങ്ങളെ അകറ്റി നിർത്താമെന്നുള്ള ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോയുമായി ചോദ്യങ്ങളുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.